Good evening, all. Good evening. Good Good evening. evening. Good evening. Good evening. Good evening. Good evening. വ്യക്തിജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരുപാട് സായാഹ്നങ്ങളിലൂടെ ആണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. കഴിഞ്ഞ 205 ആഴ്ചകളിലായി വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രമുഖരും പ്രശസ്തരുമായ ഒരുപാട് ആളുകൾ ഇവിടെ വരികയും നമ്മളുമായി സംസാരിക്കുകയും അവരുടെ അറിവുകൾ പങ്കുവയ്ക്കുകയും അവരുമായി നമ്മൾ സംവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സൺഡേ സ്പെഷ്യലിന്റെ ഒരു ഇന്നത്തെ ബാച്ച് നമ്മളാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് U23 ബാച്ചായ BA സൈക്കോളജിയുടെ ഇന്ന് 206ാമത്തെ ബാച്ച് നമ്മളാണ് കണ്ടക്ട് ചെയ്യുന്നത്. എൻ്റെ പേര് ജംഷീല. ഇന്ന് ഇവിടെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ഗസ്റ്റ് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് മണി ഹാസ് എ യൂട്ടിലിറ്റി വാല്യൂ വിച്ച് മീൻസ് വാട്ട് എന്ന വിഷയത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വയനാട് സ്വദേശിയും പിണങ്ങോട്ട് സ്കൂൾ അധ്യാപകനുമായിട്ടുള്ള ഇദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറും അധ്യാപകനും കൂടാതെ ലൈഫ് കോച്ചുമാണ്. കൂടാതെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലും ഒരു കോണ്ടന്റ് ക്രിയേറ്ററുമാണ്. ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ബിഷപ്പ് ടോക്സ് എന്നാണ്. ഇദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി ക്ലാസ്സുകൾ എടുക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ കുറിച്ച് വളരെ വിശാലമായിട്ട് ജോക്ക് ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ അദ്ദേഹം വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ രീതിയിൽ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ LTSന്റെ നെടുന്തൂണുകളായ ഇർഫാദ് സാർ, ഷെറിൻ സാർ, അബ്ദുറഹിമാൻ സാർ, കോർഡിനേറ്റർ ദർശന മാം, ഞങ്ങളുടെ ലീഡർ ഫാത്തിമ, വോട്ട് ഓഫ് താങ്ക്സ് ചെയ്യുന്ന ഫർസാന, ഇവിടെ പ്രോഗ്രാം കേൾക്കാനും സപ്പോർട്ട് ചെയ്യാനും എത്തിയിട്ടുള്ള ടീച്ചേഴ്സ്, കോർഡിനേറ്റേഴ്സ്, സഹപാഠികൾ, മറ്റു എന്താ പറയുക സുഹൃത്തുക്കൾ, ഇത് കേൾക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന മറ്റു സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വിളിക്കാം നമ്മളുടെ അതിഥിയെ. പ്ലീസ് വെൽക്കം ബിഷർ സർ. താങ്ക് യു. ആദ്യമായി ഞാനൊരു സോറി പറയാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വൈകിയുണ്ട്. ഒരു നിസ്കാരത്തിനൊരു സമയമായതുകൊണ്ട് പള്ളിയിൽ പോയതുകൊണ്ട് വൈകിയാണ്. ആൻഡ് റിയലി സോറി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. ക്ലാരിറ്റി കുറവുണ്ടോ? കാണാൻ പ്രശ്നമുണ്ടോ? ഇല്ല ക്ലാരിറ്റി. ഓക്കെ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഡിഫറെൻ്റ് ആയൊരു ടോപ്പിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടൊന്ന് ആദ്യമായി അറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിൽ വീഡിയോ ഓൺ ചെയ്തിട്ടില്ലാത്ത ആളുകളൊന്ന് വീഡിയോ ഓൺ ചെയ്യണം. പറ്റുന്ന ആളുകൾ, എല്ലാവരും അല്ല, പറ്റുന്ന ആളുകളൊക്കെ. കാരണം നമ്മൾ ആക്ച്വലി ഒരു ഓൺലൈൻ പ്രോഗ്രാം ആണെങ്കിൽ കൂടിയും നമുക്കൊരു ലൈവ് ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് കുറച്ചൊരു ആക്റ്റീവ് ആവുക. നമ്മൾ എന്തായാലും ഇതിൽ ഇരിക്കുകയാണ്, നമ്മുടെ സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. സോ നമുക്കത് പൂർണ്ണമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ മാക്സിമം എന്താ പറയുക, പറ്റുന്ന ആളുകളൊക്കെ വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരാളെ കാണുന്നുണ്ട്, തെൻഷി എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഗുഡ്. ജസ്റ്റ് ഒന്ന് പറയാമോ, നിങ്ങൾ എന്താണ് ഈ ഒരു ടോപ്പിക് കൊണ്ട്, അഥവാ മണി ഹാസ് യൂട്ടിലിറ്റി വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വന്നൊരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആർക്കായാലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ ഇത് ഒരാളെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഹലോ, മലയാളത്തിൽ പറയൂ സർ. ഹലോ, കേൾക്കണില്ല. മണി ഹാസ് അതാണല്ലോ നമ്മുടെ ടോപ്പിക്കിന്റെ പേര് അതാണല്ലോ. അഥവാ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ മലയാളം ഉപയുക്തത എന്നാണ്. യൂട്ടിലിറ്റിയുടെ മലയാളം മണി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് സർ പറഞ്ഞതിന്റെ അർത്ഥം? ഉപയോഗിക്കാം, അതിന്റെ മൂല്യം എങ്ങനെയാണ്, അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു. ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നു. ഓക്കെ. പണത്തിനാണോ അതോ മറ്റു വല്ല എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കാണിക്കുന്ന അതാണോ ഉദ്ദേശിക്കുന്നത്? അതും ആകാം. ഞാൻ ശരിയും തെറ്റൊന്നും പറയണില്ല. വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കേൾക്കാം.
ഒന്ന് രണ്ടാളും കൂടി നമ്മൾ ശരിയും തെറ്റും നമ്മുടെ പ്രശ്നമല്ല. ഒന്ന് രണ്ടായി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ധാരണയിലേക്കാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, മണി അടുത്ത നമ്മൾ എത്രത്തോളം സൂക്ഷിച്ച് ഉപയോഗിക്കുന്നോ അത്രത്തോളം നമ്മൾ സേഫ്റ്റി. പണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നന്നായി സൂക്ഷിക്കണം എന്നൊന്നും അതിന് അർത്ഥമല്ല. ആക്ച്വലി ഏതായാലും നമ്മൾ പണത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പല ആളുകൾക്കും ഉണ്ട്. കുറേ പണം ഉണ്ടാവുക, നല്ല ഭയങ്കര പണക്കാരനാവുക എന്ന് പറയുമ്പോൾ അതിനോടുള്ള മ്യൂട്ട് ചെയ്യണേ. പണം കുറേ ഉണ്ടാവുക, വലിയ പണക്കാരനാകുക എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് തോട്ട് പോസിറ്റീവോ നെഗറ്റീവോ? അതാണ് ഇപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്താലും മതി. നെഗറ്റീവ് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആണ്. പോസിറ്റീവ് ആണെങ്കിൽ പി എന്ന് ടൈപ്പ് ചെയ്യുക. വേഗം സ്പീഡപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഹലോ, നിങ്ങളുടെ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യുക, ചാറ്റ് ചെയ്യുക. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ പി എന്ന് ചാറ്റ് ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിൽ എന്ന് ചാറ്റ് ചെയ്യുക. ഇല്ലല്ലോ. പണക്കാരനാവുക, കുറെ പണം ഉണ്ടാവുക, കൂടുതൽ പൈസ ഉണ്ടാവുക, പൈസക്കാരനാവുക എന്നൊക്കെ പറയുന്ന സമയത്തെ മൈൻഡിൽ വരുന്ന തോട്ട് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്നുള്ളതാണ്. നെഗറ്റീവ് ആണ് സാർ അത്. ടൈപ്പ് ചെയ്യുക. പല ആളുകളുണ്ടല്ലോ. ഒന്ന് ഞങ്ങൾ ചാറ്റിലെ ഒന്ന് ടൈപ്പ് ചെയ്യുക. എനിക്ക് പരമാവധി എത്ര നെഗറ്റീവ് എത്ര പോസിറ്റീവ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ. പ്ലീസ് ടൈപ്പ് യുവർ ആൻസർ. പ്ലീസ് ചാറ്റ് യുവർ ആൻസർ. അതെന്താ കാണുന്നില്ല? ഞാൻ കാണാത്തോണ്ടാണോ അല്ല ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഏതായാലും നല്ല വൈബാണ്, നല്ല ആക്റ്റീവാണ്. ആളുകളൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് നല്ല ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഷൻ, എനിക്ക് തോന്നുന്നു എൻ്റെ സെഷൻ ഒരു 1/2 hour ആയിരിക്കും. 1/2 hour സെഷൻ ഭയങ്കര ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾ നല്ലൊരു ഓഡിയൻസ് ആണ്. അതുകൊണ്ട് ആൻഡ് ദെൻ പ്ലീസ് നിങ്ങൾ ആൻസർ ഒന്ന് ചാറ്റ് ചെയ്യുക. പൈസക്കാരനാവുക, പണക്കാരനാവുക, കുറേ പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഒന്ന് രണ്ടാളുകൾ പറയും നെഗറ്റീവ് ആണെന്ന്. ടോട്ടൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് വന്നോട്ടെ. നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്കിവിടെ കാണാത്തോണ്ടോ? ഞാൻ കാണുന്നില്ല, അതാ ചോദിക്കണേ. ചാറ്റ് ചെയ്യുന്നുണ്ട് സാർ. ഓക്കെ, ഞാനതാ ഒന്ന് നോക്കട്ടെ. ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. എന്റെ സൂം പോയോ? ഹലോ, കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. സാർ ഒരു 15 പേര് ചാറ്റ് ചെയ്തിട്ടുണ്ട് സാർ. ഉണ്ടല്ലേ? എനിക്കിവിടെ കാണുന്നില്ല. ഒരുപാടുണ്ട്, 15-ലേറെ ആൾക്കാർ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പി ചാറ്റ് ചെയ്തത്. ഫസ്റ്റ് ടൈം 25 ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടല്ലേ? ഞാൻ കാണുന്നില്ല. എന്തോ ഒരു ട്രബിൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഗുഡ്. എന്തോ ഒരു ട്രബിൾ ഇവിടെ ഉണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ എത്ര നെഗറ്റീവ് ആണ് കൂടുതൽ, പോസിറ്റീവ് ആണ് കൂടുതൽ? നെഗറ്റീവ് എത്ര, പോസിറ്റീവ് എത്ര? ഒരാൾ ആൻസർ പറയാം. എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല, എന്തോ സംതിങ് എറർ ഉണ്ട്. നെഗറ്റീവ് 3 എണ്ണുള്ളൂ. പോസിറ്റീവ് ആണ് കൂടുതൽ. ഓക്കെ, ഗുഡ്. ഈ പൈസക്കാരെന്നൊക്കെ പറയുമ്പോഴേ ഓക്കെ, ഗുഡ്. ഈ പൈസക്കാരായിട്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ ഗുണമൊന്നുമില്ല, വലിയ പൈസക്കാരായിട്ടും സന്തോഷമില്ലാത്ത ഒരുപാട് ആളുകളില്ലേ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? വലിയ പൈസക്കാരനായിട്ട് ഇതൊന്നും വലിയ സന്തോഷം കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ സാറോട്. അവരുടെ ലൈഫ് എൻജോയ് ചെയ്യില്ല. അതാണ് അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ. അത് എന്റെ അഭിപ്രായത്തിലാകും അവരുടെ പ്രവർത്തനം പോലെ. ഓക്കെ, ഗുഡ്. എനിവേ, ഏതായാലും പലർക്കും പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങളൊക്കെ ഒരു കൊടക്കയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പണത്തെ വെച്ച് ഒരാളുടെ ഹാപ്പിനെസ്സിനെ അളക്കാൻ പാടില്ല. പണം എന്ന് പറയുന്നത് ഒരാൾക്ക് ഹാപ്പിനെസ് നൽകുന്ന സാധനമല്ല. ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ, നമ്മുടെ കോൺസെപ്റ്റിന്റെ, നമ്മുടെ ചിന്തകളുടെ, നമ്മൾ ഉണ്ടാക്കിയ ഒരു ലോകത്തിന്റെ പെർസെപ്ഷന്റെ ഫലമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ അകത്ത് നിന്ന് പുറത്തേക്കാണ്, അല്ലാതെ പുറത്ത് നിന്ന് അകത്തേക്ക് വരുന്ന സാധനമല്ല. ഉദാഹരണത്തിന്, 2 നില വീടുള്ള ഒരു മനുഷ്യൻ, അയാളുടെ വീട് 2 നിലയാണ്. അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അയാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അയാൾക്ക് താമസിക്കാൻ പോയി വേറെ എവിടെയെങ്കിലൊക്കെ
താമസിക്കാൻ പോയപ്പോൾ അയാൾക്ക് അതുപോലത്തെ ഒരു സൗകര്യമാണ് താമസിക്കാൻ കിട്ടിയത്. അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗകര്യം, പക്ഷെ അത്ര ഇല്ല, ആദ്യത്തെ അത്ര ഇല്ല. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ടും ഹാപ്പി ആവോ ഇല്ലയോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ, അയാൾക്ക് അതിനേക്കാൾ വലിയ സൗകര്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. എന്നാൽ ഒരു ചെറ്റ കുടിലിൽ താമസിക്കുന്ന ഒരാള്, ഒരു ചെറിയ കുടിൽ, സംവിധാനങ്ങളൊന്നുമില്ല, ഇയാളും അയാളോടൊപ്പം യാത്രക്ക് പോയി, അയാൾക്കും കിട്ടി സെയിം പ്ലേസ് തന്നെ താമസിക്കാൻ. പക്ഷേ ഹി വിൽ ബി വെരി ഹാപ്പി. എന്താ കാരണം, അയാൾ ഓൾറെഡി താമസിക്കുന്നത് അത്തരത്തിലല്ല. അപ്പൊ ഇവിടെ രണ്ടു പേർക്കും കിട്ടിയത് ഒന്ന് തന്നെയാണ്. പക്ഷെ അവരുടെ ഹാപ്പിനെസ്സിനെ നിർണ്ണയിച്ചത് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരുപാട് ആളുകളുടെ, ഏകദേശം ഒരു 90% ആളുകളുടെയും ദുഃഖത്തിന്റെ കാരണം, ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് ഞാൻ പറയണേ. 90% ആളുകളുടെയും ദുഃഖത്തിന്റെ കാരണം അവരതുവരെ അനുഭവിച്ച അനുഗ്രഹങ്ങളാണ്. ശരിയോ തെറ്റോ? നിങ്ങൾക്ക് പറയാം, ചാറ്റിൽ കാണൂല. 100% ശരിയാണ്. 90% ആളുകളുടെയും ദുഃഖത്തിന്റെ കാരണം അവർ അതുവരെ അനുഭവിച്ച അനുഗ്രഹങ്ങളാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു കൗൺസിലിംഗ് കേസ് വന്നു. ആ കൗൺസിലിംഗ് ഒരു കല്യാണം കഴിഞ്ഞു, അതിനുശേഷം ഡൈവേഴ്സിന്റെ വക്കീലെത്തിയ ആളാണ്. അപ്പൊ അവരെന്നോട് പറയുന്ന സാധനം, സാറേ ഞാൻ വീട്ടിലെ ഒറ്റ പെൺകുട്ടിയായിരുന്നു, സാറേ എൻ്റെ ബാപ്പ ഗൾഫിൽ അധ്വാനിച്ചു, ഞങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, ഞാൻ ആ സൗകര്യങ്ങളുടെ ഇടയിൽ വളർന്നു വന്ന ഒരാളാണ്. അങ്ങനെ അതിനുശേഷം കല്യാണം കഴിച്ച് വീട്ടിലെത്തി, അവിടെ സാമ്പത്തികമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആ വീടിനെ കുറിച്ച് അന്വേഷിച്ചു അവരെ. അപ്പൊ അവിടെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സാമ്പത്തികം ഉണ്ട്, അത്യാവശ്യം വണ്ടി ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇവൾ ഒറ്റ മോളായി വീട്ടിൽ അനുഭവിച്ച ആ സുഖവും സൗകര്യവും ഇപ്പൊ അവിടെ കിട്ടുന്നില്ല. അപ്പൊ അവളുടെ ആ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ കാരണം എന്താ? ഞാൻ അവളോട് ചോദിച്ചു, നീ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ കാരണം എന്താ? അതെന്താന്ന് വെച്ചാൽ, സാർ ആ വീട്ടിലൊന്നുമില്ല. ഞാൻ പറഞ്ഞു, വീട്ടിലില്ലാത്തതല്ല, അതേ വീട്ടിൽ നിന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ജീവിക്കുന്നുണ്ടാവും, ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. നിന്റെ ഭർത്താവിന്റെ അനുജന്റെ ഭാര്യ ജീവിക്കുന്നുണ്ടാവും, ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. എന്താ കാരണം? അതുവരെ നിനക്ക് നിന്റെ കുട്ടിക്കാലത്ത് കിട്ടിയ അനുഗ്രഹം, ആ അനുഗ്രഹമാണ് ഇന്ന് നീ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ കാരണം. അതിനർത്ഥം നീ നന്ദിയില്ലാത്തവളാണല്ലേ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. പലപ്പോഴും നമ്മളുടെയും ചിന്ത ഇങ്ങനെയാണ്, ഇത്രയും കാലം ഞാൻ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് ഇതെനിക്ക് സഹിക്കാൻ പറ്റൂല. അതിന്റെ അർത്ഥം എന്താ? ഇത്രയും കാലം ഇത്ര അനുഗ്രഹം വേണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് മുന്നേ ഉണ്ടായ അനുഗ്രഹം പിന്നെ കിട്ടാതിരിക്കുമ്പോ നമ്മൾ അതിൽ ദുഃഖിക്കുകയോ സങ്കടപ്പെടുകയോ അല്ല വേണ്ടത്. ആ അനുഗ്രഹം അന്ന് എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു നന്ദി ബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് ഇട്ടുതരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു മാത്രം. അതുപോലെ പല ആളുകളും പണത്തെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് അത്ര നല്ല ഏർപ്പാടൊന്നുമല്ല. പൈസ കുറെ ഉണ്ടായിട്ട് എന്താ, ജീവിക്കാൻ പറ്റുമോ, സന്തോഷിക്കാൻ പറ്റുമോ? പൈസ ഉണ്ടായിട്ട് എന്താ, പിന്നെ ആരോഗ്യം വാങ്ങാൻ കിട്ടുമോ? പൈസ ഉണ്ടായിട്ട് എന്താ, ക്ലോക്ക് വാങ്ങാൻ പറ്റും പക്ഷെ സമയം വാങ്ങാൻ കിട്ടുമോ? പൈസ ഉണ്ടായിട്ട് എന്താ, ബെഡ് വാങ്ങാൻ പറ്റും പക്ഷെ ഉറക്ക് വാങ്ങാൻ പറ്റുമോ? പൈസ ഉണ്ടായിട്ട് എന്താ, ഭക്ഷണം വാങ്ങാൻ പറ്റും പക്ഷെ ആരോഗ്യം വാങ്ങാൻ പറ്റുമോ? മരുന്ന് വാങ്ങാൻ പറ്റുമോ, ആരോഗ്യം വാങ്ങാൻ പറ്റുമോ? ഇങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പൊ പണത്തോട് ആളുകൾക്ക് ഒരു നെഗറ്റീവ് സാധനം ക്രിയേറ്റ് ചെയ്യണം. കാരണം പണത്തെയും ഹാപ്പിനെസ്സിനെയുമാണ് അളക്കുന്നത്. അതൊരിക്കലും അതിനെ കൊണ്ട് കാര്യമില്ല. പണത്തെ അളക്കേണ്ടത് പണത്തിന്റെ യൂട്ടിലിറ്റി വാല്യൂ ആണ്. മണി ഹാസ് യൂട്ടിലിറ്റി വാല്യൂ, നോട്ട് ഹാപ്പിനെസ് വാല്യൂ. എന്താ യൂട്ടിലിറ്റി വാല്യൂ, എന്താ ഹാപ്പിനെസ് വാല്യൂ? ഹാപ്പിനെസ് വാല്യൂ എന്ന് പറയുമ്പോൾ, നിങ്ങളൊരു യാത്ര പോയപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു അവിടെ ഒരു എന്താ പറയാ പാവപ്പെട്ട ഒരാളെ കണ്ടു. അപ്പൊ അയാൾക്കൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം തോന്നി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അധികം പൈസ ഒന്നും ഇല്ല, എന്നാലും ഉള്ളിൽ നിന്ന് അത്യാവശ്യം ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ അവർക്ക് കൊടുത്തു. നിങ്ങൾക്ക് അത്യാവശ്യം വിശക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് വാങ്ങാൻ പൈസ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വിശപ്പ് മാറ്റി വെച്ചിട്ട് 2-3 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത പട്ടിണി എടുക്കുന്ന ഒരാൾക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ട്, അതിന്റെ പേരാ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അതിന്റെ പേരാ പീസ് എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത്. ഈ സാധനം പണം കിട്ടുമ്പോൾ കിട്ടുന്നതല്ല, അല്ലെങ്കിൽ ഈ സാധനം പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതും അല്ല. അപ്പൊ അതിനർത്ഥം പണം വേണ്ട എന്നല്ല. പണം വേണം, പണം ആവശ്യമാണ്, പണം അത്യാവശ്യമാണ്. പണത്തിനുള്ളത് ഹാപ്പിനെസ് വാല്യൂ അല്ല, പകരം യൂട്ടിലിറ്റി വാല്യൂ ആണ്. പണം കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ
നടപ്പിലാക്കാൻ പറ്റും. അത് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പണവുമായി ഡിപ്പെൻഡഡ് അല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റുമായി ഡിപ്പെൻഡഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് ഒരു ഡെഫിനിഷൻ. എനിക്കൊരു ഡെഫിനിഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനാണ് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ മാറ്റുമ്പോൾ നിങ്ങളുടെ ലോകവും മാറും. സോ ഞാൻ പറയുന്ന ആ ഒരു കൃത്യമായ ഒരു ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ഈ കോൺസെപ്റ്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പണം ഉണ്ടാവുക അത്യാവശ്യമാണ്. കാരണം നമുക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാവണം. സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സുഖവും സമാധാനമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് യാത്ര പോകണം, നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം, വസ്ത്രങ്ങൾ വാങ്ങണം, വണ്ടി ഉണ്ടാവണം. ഇതൊക്കെ വേണം. ഇതിന് പണം വേണം. പണം നമ്മൾ ഉണ്ടാക്കിയേ മതിയാവും. അത് നല്ല രീതിയിലായിരിക്കണം. പക്ഷെ ഈ പണത്തിന്റെ പുറകെ പോകുമ്പോൾ ജീവിതത്തിന്റെ മനോഹരമായ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാൻ പാടില്ല. മൊമെന്റ്സിനെ കില്ല് ചെയ്യാൻ പാടില്ല. ഫാമിലിക്ക് സമയം മാറ്റിവെക്കാതിരിക്കാൻ പാടില്ല. നമ്മളുടെ ലൈഫിന്റെ സാറ്റിസ്ഫാക്ഷനും സമയം മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തെ അറിയേണ്ടിയിരിക്കുന്നു. അയൽവാസികളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. രോഗികളെ കാണേണ്ടിയിരിക്കുന്നു. കുടുംബ ബന്ധം ചേർക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പണത്തിന്റെ പുറകെ മാത്രം പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഈ ഹാപ്പിനെസ് ഉണ്ടാകുന്നത് എന്തെങ്കിലും വാങ്ങി തിന്നുമ്പോൾ, നല്ലൊരു വണ്ടി ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ട്. സോ ഹാപ്പിനെസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയും അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട നമ്മുടെ മൈൻഡ് സെറ്റ് തയ്യാറാക്കുകയും വേണം. എന്നിട്ടോ ഒരുപാട് യൂട്ടിലിറ്റി ഉള്ള പണം ക്രിയേറ്റ് ചെയ്യും വേണം. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യൂട്ടിലിറ്റിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? കൂടുതൽ ഉപയോഗിക്കുമ്പോൾ യൂട്ടിലിറ്റിയുടെ വാല്യൂ കുറയും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു അടിപൊളി ഐസ്ക്രീം ഇപ്പൊ വാങ്ങിത്തരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, എല്ലാവരും അത് കഴിക്കും, 10ൽ 10 മാർക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ഉടനെ പറയുക രണ്ടാമത്തെ ഐസ്ക്രീം. ചില ആളുകൾ അപ്പോൾ വാങ്ങി കഴിക്കും, പക്ഷെ ഇപ്പൊ ആദ്യത്തെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം അതിന്റെ യൂട്ടിലിറ്റി കുറഞ്ഞു. പിന്നെയും വാങ്ങി തന്നു, അപ്പോഴും യൂട്ടിലിറ്റി കുറഞ്ഞു. പിന്നെയും വാങ്ങി തന്നു, അപ്പോഴും യൂട്ടിലിറ്റി കുറഞ്ഞു. ഉദാഹരണത്തിന് 10,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾക്ക് മാസത്തിൽ ഒരു 2,000 രൂപ സ്റ്റൈപ്പൻഡ് കിട്ടി, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടി, ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ 1,00,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾക്ക് 2,000 രൂപ കിട്ടിയാൽ ഈ 10,000ത്തിന്റെ ആൾ അത്ര സന്തോഷം ഉണ്ടാവില്ല. കാരണം 1,00,000ത്തിൽ 2,000 തന്നെ, പക്ഷെ രണ്ടും 2,000 തന്നെയാണ്. അപ്പൊ അതെന്താ 1,00,000ത്തിന് ശേഷം 2,000 എന്ന് പറയുമ്പോൾ അവിടെ യൂട്ടിലിറ്റി വാല്യൂ കുറയുകയാണ്. ക്ലിയർ അല്ലേ? അപ്പോ 10,000 രൂപ ഉള്ള ഒരാൾക്ക് 2,000 രൂപ അഡീഷണൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ യൂട്ടിലിറ്റിയേക്കാൾ കുറവാണ് 1,00,000 രൂപ ഉള്ള ഒരാൾക്ക് വീണ്ടും 2,000 തന്നെ കിട്ടുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ലൈഫിനെ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പണം എന്ന് പറയുന്നതിനെ ഹാപ്പിനെസ് വാല്യൂ ആയിട്ട് അളക്കാതെ യൂട്ടിലിറ്റി വാല്യൂ ആയിട്ട് അളക്കുകയും അത് പരമാവധി നല്ല രീതിയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും, എന്നാൽ അതേസമയം നമുക്ക് സന്തോഷം നൽകുന്ന ജീവിതത്തിന്റെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് ഫാമിലി, ഫ്രണ്ട്സ്, സൊസൈറ്റി, അയൽവാസികൾ, കുട്ടികൾ, ഇവരുമായുള്ള മൊമെന്റുകൾ ഇതൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ പണം ഉണ്ടാക്കുക. പണം ഉണ്ടാക്കൽ അനിവാര്യമാണ്. പണത്തിന് നെഗറ്റീവ്, പണം കുറേ ഉള്ളതിൽ പക്ഷെ നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കോവിഡ് വന്നപ്പോൾ പണക്കാർ സഹായിച്ചിട്ടുണ്ട്. പ്രളയം വന്നപ്പോൾ പണക്കാർ സഹായിച്ചുകൊണ്ടാണ് എല്ലാ ആളുകളും തിരിച്ചു വന്നത്. ഓരോ മേഖലയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ സഹായിക്കാൻ വരുന്നത് പണക്കാരാണ്. ചുരുക്കം ചില പണക്കാർ അഹങ്കാരികളായി, അവർ തെമ്മാടികളായി, അല്ലെങ്കിൽ അവരുടേതായ എന്താ പറയാ, അവരുടെ ലൈഫ് മാത്രം അടിച്ചു പൊളിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അത് ലിമിറ്റഡാ. അധിക പണക്കാരും നന്നായിട്ട് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, സമൂഹത്തെ തിരിച്ചറിയുന്ന, അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന പണക്കാർ ഒരുപാടുണ്ട്. അതുപോലെ നല്ല പണക്കാരനാകാൻ, പണക്കാരിയാവാൻ നമ്മൾ ശ്രമിക്കണം. ഒപ്പം നമ്മുടെ ജീവിതത്തിന്റെ നല്ല മുഹൂർത്തങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാനും സന്തോഷത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനും നമ്മൾ പദ്ധതികൾ പ്ലാൻ ചെയ്യണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളൊരു മെസ്സേജ്. പണക്കാരനാ. ഒരു മിനിറ്റ് മോനെ, ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ഹാപ്പിനെസ് ലൈഫിൽ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. എല്ലാത്തിലും ഹാപ്പിനെസ് കാണാൻ പറ്റണം. എല്ലാത്തിലും ഹാപ്പിനെസ് കാണണമെങ്കിൽ യു ഹാവ് സിംഗിൾ ക്വാളിറ്റി ആട്രിബ്യൂട്ട്. എന്താണെന്നറിയോ? ഗ്രാറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണോ നമുക്ക് കിട്ടിയത്, എന്താണോ നമുക്ക് കിട്ടുന്നത്, അതിന് നന്ദിയുള്ളവരാവുക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം. അതിന് നന്ദി പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് പറ്റും. കൂടുതൽ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിലേക്ക് തുറന്നു വരും. സോ ഇത്രയും പറഞ്ഞ് ഞാൻ കൂടുതലൊന്നും പറയാൻ ഞാൻ കാത്തിരിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. കറക്ഷനോ തിരുത്തലോ ഡൗട്ട്സോ എനിത്തിങ് എന്തുണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു സോ മച്ച് വിഷു സാർ. ഓക്കെ, വണ്ടർഫുൾ. കുറച്ച് സമയമാണെങ്കിലും വളരെ നന്നായിട്ട്, വളരെ വണ്ടർഫുൾ ആയിട്ട് നല്ല തോട്ട്സുകൾ ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഞാൻ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾക്ക് വരവിനേക്കാളും കൂടുതൽ ചെലവുകൾ ഉണ്ടായി പോവുക, അതുപോലെ തന്നെ അതേപോലെ അതെ, അതിനെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അതുപോലെ തന്നെ ഒരു സാധാരണ സാധാരണ 100 20-20 എന്നൊക്കെ പറയുന്ന റൂളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും 80-20 ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് റിസ്ക്. അപ്പൊ എങ്ങനെയാണ് അത്? 80-20 പ്രിൻസിപ്പിൾ ആണ് നിങ്ങൾ പറഞ്ഞത്. അതെ അതെ അതെ. അപ്പോ പിന്നെ ഓക്കെ, അപ്പൊ എങ്ങനെയാണത്? കഴിഞ്ഞ അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പിന്നെ ആപ്പുകളോ വല്ല സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആ ഒരു ഏരിയ ടച്ച് ചെയ്യാം. ആപ്പ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഞാനത് ഉപയോഗിക്കുന്നില്ല. ബട്ട് നമ്മള് ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ പണം ഉപയോഗിക്കുമ്പോൾ ആദ്യം 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയാം, പാരറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്ന് പറയാം. ഒരു മിനിറ്റ്, മോന്റെ ബർത്ത്ഡേ, അപ്പൊ കേക്ക് മുറിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കാത്തുക്കളി. ഞാൻ ഇപ്പൊ വരാട്ടോ. Carry on sir, carry on, no problem. അതുകൊണ്ട് അവരിങ്ങനെ വിളിക്കും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം സർ. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ലൈഫ്, നിങ്ങളുടെ ഒറ്റൊരു ഉദാഹരണം മാത്രമായി, നിങ്ങളുടെ വീട്ടിലെ അലമാരയിലുള്ള വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങളിൽ ഒരു 10 ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 20 ഉണ്ടെന്ന് വിചാരിക്കാം. 20 വസ്ത്രം. അതിൽ ഒരു 20 മുതൽ 30, മേ ബി ഒരു 40% നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ബാക്കി 60% ഐഡിയൽ ആയിരിക്കും. ഐഡിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാത്തതായിരിക്കും. അതിൽ ഒരു 20-25% നിങ്ങൾ കഴിഞ്ഞൊരു കൊല്ലമായിട്ട് തൊട്ടിട്ടുണ്ടാവില്ല, ഒരു കൊല്ലമായിട്ട്. അപ്പൊ നിങ്ങൾ ആ അൽമാരയിലുള്ള അധിക സ്പേസും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ, ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ലൈഫിന്റെ എല്ലാ പാർട്ടിലും 80-20 പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. 80-20 പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മളുടെ 80% കാര്യങ്ങളും നിർവഹിക്കാൻ നമ്മുടെ 20% റിസോഴ്സസ് മാത്രം മതി എന്നാണ്. ബാക്കി 20% കാര്യങ്ങൾ നിർവഹിക്കാനാണ് നമ്മൾ 80% റിസോഴ്സസും ഉപയോഗിക്കുന്നത് എന്ന്. അപ്പൊ അവിടെ നമുക്ക് ആ 80% റിസോഴ്സസ് കട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ വരാൻ പോകുന്ന നഷ്ടം വെറും 20% മാത്രമായിരിക്കും എന്നാണ്. അപ്പൊ ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പണം ചെലവഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് പണം ലഭിക്കുമ്പോൾ സേവിങ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാ സേവിങ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര രൂപ കിട്ടുന്ന ആളും അതിൽ നിന്നൊരു മിച്ചം സേവ് ചെയ്യാൻ പഠിക്കണം. 10,000 കിട്ടുന്ന ആൾക്ക് ഒരു 100 റുപ്യെങ്കിലും സേവ് ചെയ്താൽ മതി. 20,000 കിട്ടുന്ന ആൾ ഒരു 200, 300, 400, 500 അല്ലെങ്കിൽ 1000 സേവ് ചെയ്യാം. ഞാൻ നേരത്തെ പറയില്ല, യൂട്ടിലിറ്റി വാല്യൂ. 1 ലക്ഷം രൂപ കിട്ടുമ്പോൾ അതിന് ശേഷം കിട്ടുന്ന 1000-ന് വലിയ വാല്യൂ ഇല്ല എന്നറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ 1 ലക്ഷം ചെലവഴിക്കും. ആ 1 ലക്ഷം അവരുടെ ലൈഫിന് വേണ്ടി ചെലവഴിക്കും. അപ്പൊ അതിന് പകരം അവിടെ നമ്മളൊരു 20,000 സേവ് ചെയ്യാണ് എങ്കിൽ ആ 20,000 സേവ് ചെയ്ത് അത് ഇൻവെസ്റ്റ്മെന്റിലോ വേറെ അതിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ പണത്തിന്റെ ചിലവില് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം.
ഇതിൽ അത്യാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട, പണം കണ്ടെത്തുക, നിർവഹിക്കുക, അതിൽ പോകാൻ നോക്കിയിട്ടല്ല. ആവശ്യം എന്ന് പറയുമ്പോൾ 1-2 തവണ ചിന്തിക്കണം, എന്നിട്ടാ ചെയ്യേണ്ടത്. ഇത് ശരിക്കും ആവശ്യം തന്നെയാണോ? ഉദാഹരണത്തിന് നമ്മളെ വീട്ടിലെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി ജനിച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു സ്വർണത്തിന്റെ കമ്മൽ കൊടുത്തു, ഇപ്പുറത്തെ ആര് സ്വർണത്തിന്റെ പാസരം കൊടുത്തു. അപ്പൊ നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും മോശക്കാരാവൂലേ എന്ന് വിചാരിച്ച് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ സാമ്പത്തിക സൗകര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യണം. തൊട്ടപ്പുറത്തെ മോളെ കല്യാണത്തിന് 25 പവൻ കൊടുത്തു, അപ്പുറത്ത് 35 പവൻ കൊടുത്തു. നമ്മൾക്ക് ആ സൗകര്യം ഇല്ലെങ്കിൽ എന്തിനാ അവരെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ സമൂഹത്തിൽ മറ്റുള്ള പലരും ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്പെൻഡിങ് വരുന്നത്. ഇപ്പൊ പെരുന്നാൾ വരുന്നു, അല്ലെങ്കിൽ വിഷു വരുന്നു, ഓണം വരുന്നു. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു 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 സാമ്പത്തിക ഭദ്രതയിൽ ഊന്നിക്കൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റണം. അത് അയൽവാസിയെയോ മറ്റുള്ളവരെയോ അവരെയോ നോക്കിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് അനാവശ്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ അനാവശ്യം കട്ടി തള്ളണം. അത്യാവശ്യം ആവശ്യം ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യണം. അത്യാവശ്യം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ട, പണം അതിനു വേണ്ടി ചെലവഴിക്കും. അനാവശ്യമായത് കട്ട് ചെയ്താൽ തന്നെ ലൈഫിൽ സേവിങ്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലെ സ്പെൻഡിങ് നോക്കും. ഉദാഹരണത്തിന് ഇപ്പം പഴയതുപോലെയല്ല. പഴയ കാലത്ത് നടന്നത് കുറെ ഈ പലചരക്ക് കടകളുണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഉന്തു വണ്ടി തരും, ഒരു ബാസ്ക്കറ്റ്. എത്രയും കൊള്ളും അതിന്. ഒരു 90% ആളുകളും പോകുമ്പോൾ എന്തൊക്കെ വാങ്ങണമെന്നാണോ ആഗ്രഹിച്ച് അതിനേക്കാൾ 5-6 ലിസ്റ്റ് എക്സ്ട്രാ വാങ്ങിയിട്ടാ തിരിച്ചു വരിക. നിങ്ങൾ ആലോചിച്ചൊക്കെ അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? സെയിൽസ് ഇപ്പൊ എല്ലാരും സെയിൽസിന്റെ ട്രെയിനിങ്. വരുന്ന ആളുകളെ എങ്ങനെ അട്രാക്ട് ചെയ്യിക്കണം. അപ്പൊ സ്കൂളിന്റെ പിന്നെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോയല്ലോ, ഭയങ്കര റേറ്റ് എല്ലാത്തിനും. അപ്പൊ നമ്മൾ ബോക്സ് ഇത് 30 രൂപേന്റെ ബോക്സ് ഉണ്ട്, 110ന്റെ ബോക്സ് ഉണ്ട്. കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണം, നമ്മളെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കണം. അവർക്കൊരു അഭിമാനമൊക്കെ വേണം. വെറും പൊളിഞ്ഞത് പക്ഷെ ഇല്ലാത്തത് വാങ്ങിച്ചു കൊടുത്തിട്ട് എന്തിനങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നത്? നമ്മളുടെ ഒരു അവസ്ഥയെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത പലതും നമ്മളെ കൊണ്ട് അവർ വാങ്ങിപ്പിക്കും. പൊതിയിടാൻ നമ്മളെ വീട്ടിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും സംവിധാനം, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, സംവിധാനങ്ങൾ ഉണ്ടാകാം. അത് ഉപയോഗിക്കുന്നതിന് പകരം അവർ 100-150 റുപ്യക്ക് അത് വിൽപ്പന നടത്തും. നമ്മളത് വാങ്ങേണ്ടി വരും. വാട്ടർ ബോട്ടില് വാങ്ങണം, വെള്ളം കുടിക്കണം, പക്ഷെ വാങ്ങലേ ഉണ്ടാവണം, വെള്ളം കൊടുത്തേക്കൊന്നുമില്ല. അത് വാങ്ങുമ്പോൾ നമ്മൾ നോക്കും, ക്വാളിറ്റി നോക്കണം. ഹെൽത്ത് പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ക്വാളിറ്റി നോക്കണം. പക്ഷെ നമ്മളതല്ല, ബ്യൂട്ടിയാണ് നോക്കുക, ക്വാളിറ്റി അല്ല നോക്കുക. പിന്നെ ആള് പിടിപ്പിക്കും പലതും. അപ്പൊ ഇങ്ങനെ പരസ്യവും അതും ഇതും പോകുന്ന വഴിയിൽ ഇപ്പൊ തക്കാളിക്കൊക്കെ ഓഫർ കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നഷ്ടത്തിനാണ് കച്ചവടക്കാർ കൊടുക്കുന്നത്. 10 റുപ്യക്ക് വാങ്ങുന്ന തക്കാളി 8 റുപ്യക്ക് കൊടുക്കും. എന്തുകൊണ്ടാ? തക്കാളി ഉണ്ടാകുക ആ സൂപ്പർ മാർക്കറ്റിന്റെ അങ്ങേ അറ്റത്തായിരിക്കും. തക്കാളി വാങ്ങാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ പലതും വെച്ചിട്ടുണ്ടാവും. അപ്പൊ പോകുന്ന ഭാഗത്ത് ഉണ്ടാവും ഒരു ഭാഗത്ത് ബിസ്ക്കറ്റിന്റെ കൂന. ആ ബിസ്ക്കറ്റ് വലിയ ബോക്സ് ആയിരിക്കും. അപ്പോൾ അതിലും 30% എക്സ്ട്രാ 60 രൂപ ലാഭം വെട്ടിക്കുണ്ടാവും. ഒരു ദിവസത്തേക്ക് വേണ്ട ബിസ്ക്കറ്റ് വാങ്ങേണ്ട ആൾ ഇത് കാണുമ്പോഴത്തേക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ട ബിസ്ക്കറ്റ് വാങ്ങും. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് 2 ദിവസം കൊണ്ട് തീർക്കുകയും ചെയ്യും. ഹെൽത്തിയാ? നോ. അതുപോലെ തന്നെ നമുക്ക് ജാം അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ജാം ചെറിയ നമുക്ക് ആവശ്യമുള്ള പാക്ക് ഉണ്ടാവും, പക്ഷെ അവിടെ ഉണ്ടാവും വലിയ പാക്ക്. ആ വലിയ പാക്ക് നമ്മൾ വാങ്ങി കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് തീരും. ഈവൻ പേസ്റ്റ്, ഞാൻ പേസ്റ്റ് വാങ്ങുമ്പോൾ വലിയ പേസ്റ്റ് വാങ്ങാറില്ല. വലിയ പേസ്റ്റ് വാങ്ങുമ്പോൾ എന്താണെന്ന് അറിയാം, അതിന് വലിയ ഹോളാണ്, വലിയ ഹോള്. ആ പേസ്റ്റ് ശരിക്കും നമുക്ക് ഇത്രേ പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മളെ ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ പരസ്യത്തിൽ കാണിക്കുന്ന പേസ്റ്റുകൾ കണ്ടിട്ടുണ്ട്, ഒരു ബ്രഷിൽ ഇങ്ങനെ വലിയ നീളത്തിന്. അതെന്തിനാന്നറിയോ? അത്ര എടുത്ത് തീർക്കണം, എന്നാലും അവർക്ക് അടുത്ത വേഗം വാങ്ങുള്ളൂ. മാത്രമല്ല വലിയ പേസ്റ്റ് ആകുമ്പോഴേക്കും അതിന്റെ ഹോള് വലുതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വരും. വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിലോ ആ പേസ്റ്റിൽ വെള്ളമായി അതായി പകുതി ആകുമ്പോഴത്തേക്ക് അടുത്ത പേസ്റ്റ് വാങ്ങേണ്ടി വരും. എത്ര റേറ്റ് ഉണ്ട് പേസ്റ്റിനൊക്കെ ആലോചിച്ച് നോക്ക്. അപ്പൊ ചെറുത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയ ഹോളിലൂടെ നമുക്ക് എപ്പോൾ അത് കീപ്പ് ചെയ്യാൻ പറ്റും, അതിൽ എയർ കിടക്കാതെയൊക്കെ. വലിയ പേസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 5-6 ദിവസം 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ അടപ്പൊന്നും ഉണ്ടാവില്ല. ഏകദേശം വീട്ടിൽ പോയാലും അടപ്പില്ലാത്ത, ചിലപ്പോൾ കൂറ കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടപ്പില്ലാത്ത കാറ്റ് കയറുന്നതായിരിക്കും, കുറച്ച് അത് കളയും.
അപ്പൊ ഇങ്ങനെ ഓരോ ഭാഗവും നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സാമ്പത്തികമൊക്കെ നമുക്ക് എനിക്കൊന്ന് കുറെ സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ അവിടെ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പണത്തിന് വാല്യൂ ഉണ്ട്. പണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കുന്നതിന് എത്രമാത്രം കഷ്ടപ്പെടണ്ടോ അതുപോലെ നമ്മൾ കണ്ടറിഞ്ഞ് തന്നെ ചെലവഴിക്കുകയും വേണം. പണത്തെ ഇഷ്ടപ്പെടണം, പണത്തെ സ്നേഹിക്കണം, കൂടുതൽ പണം ഉണ്ടാക്കണം. ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെലവഴിക്കണം. ചെലവഴിക്കുന്നതിൽ ഒരു 10% മറ്റുള്ളവരുടെ വേദനയകറ്റാൻ നമ്മൾ നൽകുകയും വേണം. നമ്മൾ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരാ. ഒരു ആഴ്ചയിൽ ഒരു 10 രൂപയെങ്കിലും, ഒരു 20 രൂപയെങ്കിലും, ഒരു 30 രൂപയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി, അങ്ങനെ ഏതിനെങ്കിലും നമ്മൾ മാറ്റിവെക്കണം. അത് കുറേ പൈസ ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ പൈസക്കാർക്ക് അത് പറ്റും. അങ്ങനെ മാറ്റിവെക്കുക. ആൻഡ് ദെൻ രണ്ടാമത്, എല്ലാവരും വീട്ടിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബോക്സ്, ആ ബോക്സിൽ പൈസ ഇടുക. ഒരു 20, 30, 50 എങ്ങനെയെങ്കിലും ഇടുക. അത് ഒരിക്കലും തിരിച്ചെടുക്കൂല തീരുമാനിക്കുക. എന്നിട്ടൊരു വർഷത്തിന്റെ പകുതി ഏതെങ്കിലുമൊക്കെ ആകുമ്പോൾ അത് പൊട്ടിച്ചിട്ട് ആ പൈസ കൊണ്ട് ഫാമിലി ആയിട്ട് ഒരു ചെറിയ ടൂർ പോവുക. അങ്ങനെ ടൂർ പോവാന്ന് വിചാരിച്ചാലൊന്നും എല്ലാവരും പൈസ ഒന്നും ഉണ്ടാവില്ല. അത് അത്യാവശ്യം സാമ്പത്തികമുള്ളവർക്ക് പറ്റുള്ളൂ. അപ്പൊ മീഡിയം ഫാമിലിയൊക്കെ എന്ത് ചെയ്യണം, അങ്ങനെ എടുത്തേക്കുക. ആ യാത്ര ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അങ്ങനെ ചെറിയ 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 കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ലിസ്റ്റ് എഴുതിയിട്ട് പോവുക. ആ ലിസ്റ്റിലുള്ളത് മാത്രം വാങ്ങി വരുന്നത് പ്രാക്ടീസ് ചെയ്യുക. അവിടെ കാണുന്നതെല്ലാം അപ്പുറത്തും വാങ്ങുമ്പോൾ, ഇവരെ വാങ്ങുമ്പോൾ ഓരോ ബാസ്ക്കറ്റ് ഫുള്ള് നിറഞ്ഞു കാണുമ്പോൾ നമ്മൾ വാങ്ങുന്ന ശീലം ഉണ്ടാവാൻ പാടില്ല. ഞാനിപ്പോ വീട്ടില് മക്കളുണ്ട്, മുട്ടായി വാങ്ങുകയാണെങ്കിൽ 5 മക്കളുണ്ടെങ്കിൽ ഞാൻ മുട്ടായി വാങ്ങുകയാണെങ്കിൽ 5 എണ്ണേ വാങ്ങുള്ളൂ. 6 എണ്ണം ഞാൻ വാങ്ങില്ല. 2 എണ്ണം വെച്ച് 10 എണ്ണം ഞാൻ വാങ്ങില്ല. സ്ഥിരമായിട്ട് ഞാൻ വാങ്ങുകയുമില്ല. കാരണം എന്താ, ചില ആളുകൾക്ക് 10 രൂപയ്ക്ക് മുട്ടായി കാണും. ഈ മുട്ടായി അത്ര നല്ലൊന്നല്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഹെൽത്തി അല്ല, ആരോഗ്യത്തിന് നല്ലതല്ല. പിന്നെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ പോരാ, അപ്പൊ ഒരു ഹാപ്പിനെസ് ഉണ്ടാവൂലേ? അതേ ഹാപ്പിനെസ് തന്നെ 2 എണ്ണം കൊടുത്താലും കുട്ടികൾക്ക് തിരിച്ചുണ്ടാവുള്ളൂ. അപ്പൊ അവിടെ എന്തിനാ 1 കൊടുത്താൽ മതി? നമുക്ക് അവിടെ 5 രൂപ നമുക്ക് സേവ് ചെയ്യാം. ഹെൽത്തി അല്ലാത്ത സാധനം ആയതുകൊണ്ട് ഞാൻ പറയാണ്. മനസ്സിലായില്ലേ? പിന്നെ എപ്പോഴും വീട്ടിൽ പോകുമ്പോൾ മുട്ടായി വാങ്ങാം, അത് നല്ല ശീലമല്ല. മുട്ടായി വാങ്ങാതെ പോയിട്ട് കുട്ടികൾ നമ്മളെ കാത്തിരിക്കണം, എന്നിട്ട് നമ്മളോട് ഹാപ്പിനെസ് ആയിട്ട് പെരുമാറണം, നമ്മൾ കൂടെ ഉണ്ടാവണം. അപ്പോഴാണ് യഥാർത്ഥ സ്നേഹം ഉണ്ടാകുക. കയ്യിൽ മുട്ടായി ഉണ്ടെങ്കിൽ കുട്ടികൾ നമ്മളെപ്പോഴും, മുട്ടായി ഇല്ലെങ്കിൽ കുട്ടികൾ നമ്മളെപ്പോഴും ഇല്ല. അതിനർത്ഥം എന്താ? മുട്ടായിക്ക് വേണ്ടി കുട്ടികൾ കാത്തിരിക്കുന്നത്. ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയണില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മക്കൾ കാത്തിരിക്കുകയാണ്, അതുകൊണ്ട്. താങ്ക് യു സോ മച്ച് സാർ. കുഴപ്പമില്ല സാറിന്റെ മോന്റെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന്. യെസ്. അതുകൊണ്ട് ഐ തിങ്ക് ഫർസാന വി ക്യാൻ വൈൻഡ് അപ്പ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഏതായാലും വലിയ സന്തോഷം. ഞാൻ ഇന്നൊന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല. എൻ്റെ പേര് ബിഷർ എന്നാണ്, വയനാടാണ് സ്വദേശം. ഇപ്പം മലപ്പുറത്താണുള്ളത്. ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു. ഇപ്പൊ ലീവ് എടുത്ത് ഞാൻ പുതിയൊരു പ്രൊജക്ട്, സ്കില്ലേജ് എന്നൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കില്ലേജ് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സ്കില്ലേജ് എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ ഒരുപാട് കുട്ടികൾ, ചിലപ്പോൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടാവും, തോറ്റിട്ടുണ്ടാവും. അവരൊക്കെ ഡിഗ്രി കഴിഞ്ഞു വന്നതുകൊണ്ട് അവർക്കൊരു ജോലി കിട്ടില്ല. അവർ പ്രസന്റേഷൻ സ്കില്ല് പോരാ, ലാംഗ്വേജ് പോരാ, ഇന്റർവ്യൂവിന് പോയാൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇനി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ സീരിയസ് ആയി ജോലി ചെയ്യാൻ അവർക്ക് അറിയില്ല. അപ്പൊ ഇത്തരം ആളുകളെ 6 മാസം കൊണ്ട് അവർക്ക് ലാംഗ്വേജും പ്രസന്റേഷനും കമ്മ്യൂണിക്കേഷനും ലീഡർഷിപ്പും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കോർപ്പറേറ്റ് മേഖലയിൽ ട്രെയിനിങ് ചെയ്ത് അവരെ ഇന്റർനാഷണൽ പ്ലേസ്മെന്റിലൂടെ അവർ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള വിവിധ കോഴ്സുകൾ, അത്തരം കോഴ്സുകളൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് സ്കില്ലേജ് എന്ന് പറയുന്നത്. അതിന്റെ CEO ആണ്. അതുപോലെ തന്നെ ബിഷർ ടോക്സ് എന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്. ഇപ്പൊ വരാം. താങ്ക് യു സാർ. ഓക്കെ, പറഞ്ഞു. ഹലോ, യെസ്, ടെൽ മീ. എന്റെ വോട്ട് ഓഫ് താങ്ക്സ്. പ്രിയപ്പെട്ടവരെ, ഫർസാന, ഓക്കെ, സൈക്കോളജി ആണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ സൺഡേ സ്പെഷ്യലിന്റെ പ്രതിനിധിയായ ഫർസാന വോട്ട് ഓഫ് താങ്ക്സ് പറയും. ഫർസാന, കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ വിനീതന്റെ നന്ദി പ്രഭാഷണമാണ് എന്റെ ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായതിൽ സംബന്ധിച്ച ഉദ്ഘാടകനായ ഇർഫാസ് സാറിനും പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനായ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ബിഷർ സാറിനും സ്വാഗതം പ്രസംഗം അവതരിപ്പിച്ച ജംഷീലക്കും നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ ദർശന മാമിനും മറ്റു കോർഡിനേറ്റേഴ്സ്, നമ്മുടെ ലീഡർ
എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച ഒരു മനുഷ്യനാണ്. നമ്മുടെ ഈ പരിപാടിയിൽ കൃത്യസമയത്ത് തന്നെ എത്തുകയും പിന്നെ നമ്മൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. ഒരു മനുഷ്യൻ എങ്ങനെ ആവണമെന്നും പണത്തിന്റെ മൂല്യത്തിലല്ല നമ്മുടെ സന്തോഷമെന്നും, നമ്മുടെ സന്തോഷം ഒരിക്കലും പണത്തിനോട് ഉപമിക്കരുതെന്നും, എന്നാൽ പണമുള്ളവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ മോശക്കാർ അല്ല എന്നും, എങ്ങനെയാണ് പണം ഉപയോഗിക്കേണ്ടതെന്നും വളരെ ഭംഗിയായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട അതിഥിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ അനുമതിയോടുകൂടി തന്നെ ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു നിങ്ങളുടെ ഫീഡ്ബാക്ക് മോനോട് ഒരു സന്തോഷത്തോടു കൂടി ഒരു ബർത്ത്ഡേ എല്ലാവരും ലിഫ്റ്റ് ടു സ്മൈലിന്റെ ഒരു ബർത്ത്ഡേ പറഞ്ഞു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഏതായാലും നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം വളരെ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ മുപ്പര് വിളിച്ചപ്പോൾ ഞാൻ ഒക്കെ പറഞ്ഞത്. ഏതായാലും ആളുകളെ നന്നായിട്ട്, ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരെ, ഇനിയൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഒന്നും മനസ്സിൽ കാണാത്ത ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അവരെ ട്രെയിൻ ചെയ്യുന്നു, അവരെ ഒരു മറ്റൊരു മേഖലയിലേക്ക് എത്തിക്കുന്നു, അവരെ ഒരു കോർഡിനേറ്റ് ചെയ്യുന്നു. ഭയങ്കര ഒരു വിപ്ലവാത്മകമായ പ്രോഗ്രാമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അത് മൈൻഡിൽ കണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ടീമിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. താങ്ക് യു. ഓക്കെ സാർ, വീട്ടിലെ മോന്റെ പ്രത്യേക പരിപാടിയാണ്, ബർത്ത്ഡേ ഫംഗ്ഷനാണ്. ആ സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ച് ഇത്രയും എഫക്റ്റീവായി പറഞ്ഞു തന്ന കാര്യങ്ങൾക്ക് പ്രത്യേകം നന്ദി. അതുപോലെ സാറിന്റെ സ്ഥാപനം വലിയ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരട്ടെ എന്ന് പ്രവർത്തിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you.